ഇപ്പോൾ. MS തൃശ്ശൂർ ആവേശത്തിലാണ്. ആ പുലികളി അങ്ങനെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്തും ഇവിടെ രണ്ട് പുലികളുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് രണ്ട് പുലികളുണ്ട്. അവിടെ വേറെ പുലികളി നടക്കുന്നു. ഇവിടെ അത്തരത്തിൽ ഇതാണ് ഇവിടുത്തെ മൂഡ്. പല ഭാഗങ്ങളിലും ഈ മൂഡില് തുള്ളിക്കൊണ്ടിരിക്കുക. ചേട്ടാ അടിപൊളിയല്ലേ? ഈ മാസ്ക് എവിടെ നിന്ന് കിട്ടി? ഇത് ഇവിടുന്ന് മേടിച്ചതാ. അതെ, ഞങ്ങളുടെ കയ്യിലും ഉണ്ടൊരു സാധനം. പുലിക്ക് കൊടുത്ത് ഈ പുലിക്ക് കൊടുത്ത്. അപ്പം ഇതാണ് ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത്. എന്തായാലും പാരമ്യത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ആ ജഡ്ജ്മെന്റ് അടക്കം പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുക. സൂപ്പർ. കഴിഞ്ഞ തവണത്തെക്കാളും അടിപൊളിയാണ്. സൂപ്പർ. അടിപൊളി. അടിപൊളിയാണ്. അപ്പം ഇത്തവണത്തെ പുലികളിയാണ് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളി പുലികളി അല്ലേ? അടിപൊളി പുലികളി. തകർത്താടി. അപ്പോൾ ഇത്തവണത്തെ പുലികളി ഗംഭീരമായെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഇത്തരത്തിലാണ് ഈ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ പല ഭാഗങ്ങളായിട്ട് ഒരു പുലി പോയി, മഞ്ഞപ്പുലി പോയി, ഓറഞ്ച് പുലിയുണ്ട്. അപ്പം ഈ ജഡ്ജ്മെന്റ് ഒക്കെ നടക്കുകയാണ്. MS എല്ലാ സംഘങ്ങളും, എല്ലാ മടകളിലെ പുലികളും ഒക്കെ അവരുടെ അങ്ങേയറ്റത്തെ കഴിവ് ഉപയോഗിച്ച് അവരവിടെ പുലിയാട്ടം നടത്തുന്നു. അത് ഇപ്പോൾ ജഡ്ജ്മെന്റിന് അടക്കം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ജഡ്ജ്മെന്റ് ഒക്കെ തന്നെയുണ്ട്. ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു 2025 പുലികളിയിൽ. നേരത്തെ MS സൂചിപ്പിച്ച പോലെ തന്നെ അയ്യന്തോൾ ദേശത്തിന്റെ ഭാഗത്തുനിന്നും വലിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ ആശയങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കൊടയുണ്ടായിരുന്നല്ലേ? പുലികൾക്ക് പല്ലുണ്ടായിരുന്നു. നാക്കുണ്ടായിരുന്നു. അതെ, ഇതെല്ലാം ഉണ്ടായിരുന്നു. കൊടയുണ്ടായിരുന്നു. വാലുണ്ടായിരുന്നു. വാലുള്ള 51 പുലിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുലിക്ക് വാലുണ്ട്. പക്ഷെ പണ്ട് തൊട്ട് ഇവിടെ വാലില്ലായിരുന്നു. ഇപ്പൊ ഇവിടെയും വാല് വന്നു. അപ്പം അതാണ് ഇവിടുത്തെ വലിയ വിശേഷം എന്ന് പറയുന്നത്. ചേച്ചി ആദ്യമായിട്ടാണോ? അല്ലല്ല, ഇവിടെ താമസം. തൃശ്ശൂർക്കാരിയാ? അടുത്താണോ വീട്? അതെ. എത്രാമത്തെ കൊല്ലം? ഇത് ഞാൻ ജനിച്ചു തുടങ്ങിയ പുലികളി കാണുന്നതാ. ജനിച്ച് വീണത് ഇങ്ങോട്ട് ഈ മണ്ണിലോട്ട്? എന്റെ ആങ്ങളാ വേഷം വരയ്ക്കുന്ന ആളാ. അയ്യന്തോൾ ദേശത്തിൽ വേഷം വരച്ചതാണ്. ഏതാ? ജീപ്പൻ. അയ്യന്തോൾ ദേശത്തിന്റെ കാര്യം. അതെ. അപ്പൊ അയ്യന്തോൾ ദേശം പറയുന്നത് പറയാൻ പറ്റില്ല ആരെ കപ്പടിക്കാന്ന്. ഇവിടെ എല്ലാവരും എല്ലാ ദേശക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരാ. അയ്യന്തോൾ ദേശത്തിൽ നിന്ന് വരുക. അയ്യന്തോൾ ദേശത്തിലെ ചമയക്കാരനാണ് ചേച്ചിയുടെ സഹോദരൻ. ചെയ്യുന്നത് ചേച്ചിയുടെ സഹോദരൻ. അതെ, എന്നിട്ട് പോലും എല്ലാ ദേശങ്ങളും അതന്നെ എല്ലാരും രക്ഷപ്പെടുത്താൻ പാടില്ല. ഏത് ദേശത്തിനായാലും കയറിയാൽ കിട്ടട്ടെ. ചേച്ചി എന്താ ചെയ്യും? ഞാൻ വർക്ക് ചെയ്യാൻ തൃശ്ശൂരാ. ഇപ്പൊ ഈ പുലികളി നല്ല വെറൈറ്റി വേഷങ്ങളും നല്ല വെറൈറ്റി ഇതുകളുണ്ട്. കഴിഞ്ഞ തവണത്തെക്കാളും അതന്നെ ഗംഭീരായി. ചേതറട്ടങ്ങട്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. MS ഒരുപാട് പേര് വരുതാ. രാജേഷ്. എവിടെ സ്ഥലം? തൃശ്ശൂർ പാവർട്ടി. എത്രാമത്തെ കൊല്ലം? നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ്, ചെറുപ്പം മുതലേ. നല്ല മൂടാന്ന് തോന്നല്ലേ? തൃശ്ശൂർ പൂരമല്ല, നമ്മളെ പൂരമാണ്. പുലികളി കണ്ട ആദ്യമായിട്ടാണ്? അച്ഛൻ പണ്ട് തൊട്ടല്ലോ. ഇനി എല്ലാ കൊല്ലം കൊണ്ടുവരാൻ പറയുന്നില്ല. അതെ, മോനെ കൊണ്ടിട്ടുള്ള പുലിവേഷം കണ്ടിട്ടില്ല. ഇല്ല. ആനപ്പുറം തൃശ്ശൂർ പൂരം അല്ലാതെ നമ്മള് ചെയ്യും. ആനപ്പുലി നമ്മളെ വേക്കൻസി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പുലികളി? അടിപൊളി. സൂപ്പർ. ഒന്നും പറയാനില്ല. പുതിയ കുറെ വെറൈറ്റി അടിപൊളി. കണ്ണാട നമ്മളെ മോന്റെ താല്പര്യം. കളറാക്കാണ് നമ്മള്. മൊത്തം കളറാക്കുക നമ്മള്. അല്ല കഴിഞ്ഞിട്ട് അത് പറയാൻ പറ്റാത്ത സ്ഥിതിയാ. ആരോട് ചോദിച്ചാൽ എല്ലാരും ഇതാ പറയുന്നത്. പറയാനൊരു മടിയുണ്ട്. എല്ലാവർക്കും മടിയാണ്. എല്ലാരും ഒന്നിനൊന്നും മെച്ച. എന്നാലും ഒരു പൊടിക്ക് കയറി നിൽക്കുന്നു. ഒന്നും പറയാൻ പറ്റില്ല. ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ തൃശ്ശൂര്. അതെ, തകർക്കും എന്തായാലും. അപ്പൊ ശരി എന്നാ. ഞാൻ ഫാമിലിയായിട്ടൊന്ന് ആയിക്കോട്ടെ. തകർക്ക്. അപ്പം അതാണ് ചേട്ടാ. സദ്ദു.
എവിടെയാ സ്ഥലം എവിടെ? തൃശ്ശൂർ തന്നെ ഫാമിലി ആയിട്ട് ഇറങ്ങിയോ? ഫാമിലി ആയിട്ട്. കണ്ടോ പുലികളി? ആ പുലികളുണ്ട്, അടിപൊളി. എല്ലാ കൊല്ലം കാണുന്നതാണ് നല്ല പോലെ കാണുന്നത്. അല്ലെ? കഴിഞ്ഞ അവിടത്തെക്കാളും ഗംഭീരമാണ് ഇത്തവണ. ആ കുഴപ്പമില്ല. അപ്പം എവിടെ ഇപ്പം എങ്ങോട്ട് പോവാം? വീട്ടിൽ പോവാനേ. വീട്ടിൽ പോ. കാണണം, വണ്ടി അവിടെ ഇനി അവിടുന്ന് കാണണം. അവിടെ ആ, 9 മണി വരെ ഉണ്ട്. മൊത്തം കഴിഞ്ഞിട്ട് വേണം പോവാൻ. അപ്പൊ മക്കളാണോ? സിൻഡി സിൻഡി ഓ, അടിപൊളി പേര് നില. അപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ വേറെ കുടുംബമാണ്. ആ അപ്പൊ ഇതാണ് ഈ ചേട്ടനും കുടുംബവും. എന്തായാലും അടിച്ചുപൊളിയായല്ലേ? കഴിഞ്ഞത്തേക്കാളൊക്കെ ഗംഭീരമാണ്. ആ നന്നായി. മഴയൊന്നുമില്ല. പുതിയ കുറെ സർപ്രൈസ് ഒക്കെ ഉണ്ട്. പുലി വേഷം കെട്ടാൻ തൃശ്ശൂർക്കാരോട് ആദ്യം ചോദിക്കുന്നതാ, നിങ്ങൾ പുലിവേഷം കെട്ടിയിട്ടില്ലേ? താല്പര്യമില്ലായ്മില്ല, എന്നാലും കെട്ടിയിട്ടില്ല ഇതുവരെ. നിലവ്. നിലവ്. ഓ, നില, നിലവ്, നിലവ്. ഓ, ഗംഭീര പേരുകളാണ്. മോനെ ഏത് പുലിയാ ഇഷ്ടം? ഏത് പുലിനെ ഇഷ്ടം? കളർ കളർ പറഞ്ഞ പുലി കളർ പറഞ്ഞ പച്ച, മഞ്ഞ, നീല, ചോപ്പ്. പറ കുഞ്ഞെ പറ. മഞ്ഞ. മഞ്ഞ. ഓ, എല്ലാവർക്കും മഞ്ഞ. ഒറ്റയടിക്ക് പെട്ടെന്ന് കിട്ടുന്ന മഞ്ഞ ഏത്? ഈ മഞ്ഞ കണ്ടിട്ടാണ്. അപ്പൊ ഈ മഞ്ഞ കണ്ടിട്ട് പെട്ടെന്ന് മഞ്ഞ കിട്ടുന്നു. അപ്പൊ എന്തായാലും ഇത്തവണത്തെ അടിപൊളിയായി പുലികളി അല്ലേ? അടിപൊളിയായി. വീട്ടിലേക്ക് ഇനി രണ്ടു ദിവസമായിട്ട് കണ്ടിട്ട്. അതെ, അവിടെ എന്തൊക്കെ പരിപാടികളുണ്ട്, മറ്റു കുറെ പരിപാടികളുണ്ട്. അപ്പൊ ശരി, അപ്പൊ എല്ലാവർക്കും ആ ഒരു പുലികളി വൈബ് കിട്ടിയല്ലോ, ആവേശമായല്ലോ. അതെ, ആവശ്യം. ഇത്തവണ 2025 ആവശ്യം കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം അടുത്ത തൃശ്ശൂർ പൂരം. അപ്പൊ എന്തായാലും ഇത്തവണത്തെ പുലികളിയൊക്കെ ഗംഭീരമായി. ബാക്കി കൂടെ കാണുക, അടിപൊളിയാക്കുക. ഓക്കെ, അപ്പം അതാണ് ഇവിടുത്തെ വിഷയം. നമ്മളെ ഒന്ന് വന്നടാ, ഇത് നമുക്ക് നല്ല പരിചയമുള്ളൊരു മുഖമാണ്. നമ്മുടെ പ്രേക്ഷകർ ചിലപ്പം കണ്ടു കാണത്തില്ല. ഇത് നമ്മുടെ ഓഡിയോ എഞ്ചിനീയറാണ്, നമ്മുടെ കേരള വിഷൻ്റെ സ്വത്താണ്. ജെയിവിനെ എങ്ങനെയുണ്ട്? തൃശ്ശൂർക്കാരനാ, എങ്ങനെയുണ്ട്? ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരാൾ ദൂരെ ഇങ്ങനെ പോകുന്നു. അപ്പം മെല്ലെ വിളിച്ചിട്ടാ ഇങ്ങോട്ട് വാടാ, അപ്പോൾ ഓടി വരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടോ? മൊത്തം കണ്ടോ? കണ്ടിട്ടില്ല. ഇങ്ങനെ ഇപ്പൊ ടീമുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോ കാണാന്ന് പറഞ്ഞ കഴിഞ്ഞ തവണത്തെക്കാളും അടിപൊളിയായി. കഴിഞ്ഞ തവണ കണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലേക്ക് കാണാൻ പറ്റിയില്ല. അതിന് മുമ്പത്തെ കൊല്ലം കണ്ടായിരുന്നു. അതിന് മുമ്പത്തെ കൊല്ലം 5 ടീമേ ഉള്ളായിരുന്നു. ഇപ്പൊ 9 ടീമാണ്. ഇപ്പൊ ഇത്തവണ 459 പുലികളാണ്. പ്ലസ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും 461. അത് ഞങ്ങൾ ഈ ഭാഗത്താണ്. അപ്പം എങ്ങനെയാ പരിപാടിയൊക്കെ? പരിപാടി മൊത്തം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. നാളെ ഇല്ലേ? നാളെ രാവിലെ കയറണ്ടേ? നാളെ രാവിലെ. അത്ര ആത്മാർത്ഥ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. തൃശ്ശൂർക്കാരുടെ ആവേശം അതാ. ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. നമ്മളെ കാണാനല്ല, പുലികളിയാണ്. പുലികളിയാണ്. തൃശ്ശൂർക്കാരൻ്റെ വൈബ് മനസ്സിലായില്ലേ? തൃശ്ശൂർക്കാരൻ്റെ വൈബാണ്. അപ്പോൾ എന്തായാലും ജെയിവിനെ നമുക്കെന്തായാലും കണ്ടിട്ട് നമ്മൾ മിക്കവാറും ഇവിടെ ഉണ്ടാവണം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതാണ് ജെയിവിൻ്റെ വിശേഷം. ജെയിവിന് രാവിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയതാണ്. നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട്. ഇത് തിരിച്ചിനി അവിടെ എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളും നാളത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു തിരക്കൊക്കെ ആണെങ്കിലും തൃശ്ശൂർക്കാരുടെ ആവേശമാണ് ആ ജെയിവിൻ്റെ ഉള്ളിൽ കണ്ട്. അതേപോലെ തൃശ്ശൂർക്കാരുടെ ഒക്കെ ആവേശം. തൃശ്ശൂർക്കാർ മാത്രമല്ല. ചേട്ടാ പേരെങ്ങനെ? എൻ്റെ പേര് ദീപുന്നാ. എവിടെ സ്ഥലം? എവിടെയാ? എവിടെ? പുല്ലേഴ്. അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ പോകാൻ. കണ്ടിട്ട് മടങ്ങുവാണോ? അല്ലല്ല, ഇത് കാണാൻ പറ്റാനുള്ള തിരക്ക് കാരണം. കഴിഞ്ഞ തവണത്തെക്കാളും കുഴപ്പമില്ല, അടിപൊളിയുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല സൂപ്പറായിട്ട് തകർത്ത് ഇത്തവണത്തെ. ഇത്തവണ പൊരിച്ചു. ഓണം മഴയും മാറിയിരിക്കുമല്ലായിരുന്നു, പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ എന്തായാലും നടക്കട്ടെ. ഓക്കെ, ഹാപ്പി ഓണം. അപ്പം ഹാപ്പി ഓണം ഇന്നും കൂടെ പറയാൻ പറ്റും തൃശ്ശൂർക്കാർക്ക്, തൃശ്ശൂരിൽ നിന്നിട്ട്. കാരണം ഓണം കഴിഞ്ഞു. ഓണം ഇന്ന് 12 മണിയോടുകൂടി ഓണം കഴിയുമെന്ന് വേണം നമുക്ക് പറയാം. ബിലേറ്റഡ്, അതിനുശേഷം നമുക്ക് ബിലേറ്റഡ് ഓണം. തൃശ്ശൂർക്കാർക്ക് അങ്ങനെയാണ് ബിലേറ്റഡ് ഓണം. കാരണം ഇന്ന് രാത്രിയോടെ അവർക്ക് ഓണം കഴിയാണ്. പുലികളി അവസാനിക്കുന്നതോടെ തൃശ്ശൂർക്കാർക്ക് ഓണം കഴിയാണ്. നമുക്ക് പല ജില്ലക്കാർക്കും ഓണം കഴിഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു തൃശ്ശൂരിൽ ഈ ഒരു പുലികളി ഉള്ളതുകൊണ്ട് കേരളം ഒട്ടാകെ തൃശ്ശൂരിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അങ്ങനെ കാഴ്ചകളെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ
പുലികളി ആരാധകരെ ഒന്നൊന്നായിട്ട് ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വൈബുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് സ്വരാജ് റൗണ്ടിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്ന് റിയാസ് KMR കൂടി ഇപ്പോഴത്തെ ആവേശകരമായ ഈ ചരിത്രപ്രസിദ്ധമായ പുലികളിയുടെ ഈ നിമിഷങ്ങളിലെ വൈബ് പങ്കുവെക്കുന്നു റിയാസ് KMR. തീർച്ചയായും MS അങ്ങേയറ്റം ആവേശജനകമായ ഒരു പുലികളിയാണ് ഇവിടെ കാണുന്നത്. നിലവിലെ ജേതാക്കളായ വിയൂർ യുവജന സംഘത്തിന്റെ പുലിക്കുട്ടികളാണ് ഈ ഒരു തെരുവീഥികളെ ധന്യമാക്കിക്കൊണ്ട് ചുവടുകൾ വെച്ചുകൊണ്ട് താളത്തിൽ ആവേശത്തിൽ കടന്നു പോകുന്നത്. അവിടെ നമ്മൾക്ക് ആർപ്പുവിളികൾ കേൾക്കാം, വിസിലൂതുന്ന ആരാധകരെ കേൾക്കാം. അവരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. ഇതാ ഒരു കൊച്ചുമിടുക്കിയുണ്ട്. എന്താ മോളുടെ പേരെന്താ? വൈഗ. എവിടുന്നാ വരുന്നേ? ആണോ? ആദ്യമായിട്ടാണോ പുലികളി കാണുന്നേ? അടിപൊളിയാണോ? സൂപ്പറാ. ഇതാ അച്ഛന്റെ പേരെന്താ? ജിനീഷ്. മോളെ കൊണ്ട് ആദ്യമായിട്ടല്ലേ? അമ്മയുടെ പേര്? സ്വാതി.